കൈനഗരിയും വിട്ട് അങ്ങ് പടർന്നു പത്തിരിക്കുകയാണെന്നുള്ള തെളിവാണ്. ഇവിടെ നിന്നുള്ള ഭാരവാഹികളെ ഇവിടെ നിന്ന് അറിയിക്കുക. ഞങ്ങളുടെ വനിതാ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട അപ്പച്ചന്റെ ഭാര്യ ഫിലിപ്പാണ്. ജാൻസി ഫിലിപ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. വനിതാ പ്രതിനിധിയായി ജാൻസി ഫിലിപ്പിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്രയും പേരെയാണ് ഞങ്ങൾ കുടമാളൂരിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ അറിയിക്കുന്നു. അവരെ നിങ്ങൾ അംഗീകരിക്കുക. അത് കഴിഞ്ഞ് കൈനഗരി ചാവറയിൽ നിന്നുള്ള വാക്ക് ഭാരവാഹികളെ അനൗൺസ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട തോമസ് ചാവറ, ഐസക് ജോസി അനൗൺസ് ചെയ്തത്. ഇവിടുത്തെ ആളുകളുടെ കാര്യം പിന്നീട് തീരുമാനിക്കുന്നതാണ്. എന്തായാലും 2014 ഡിസംബർ 28-ാം തീയതിയിലേക്ക് എല്ലാ ഇന്നിവിടെ കൂടിയതുപോലെ തന്നെ ഇത്രയും ഗംഭീരമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇതിനടുത്ത കാലെങ്കിലും കുടമാളുകാർ ശ്രമിക്കുന്നതാണ്. അല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. പ്രസിഡന്റിനെ കൊടുക്കുക. ഡിസംബർ മാസത്തിലാണ് നമ്മുടെ സംയുക്ത കുടുംബയോഗ വാർഷികം. അത് മാന്നാനത്ത് നമ്മൾ കുർബാനയുടെ കൂടെയാണ് ആരംഭിക്കുന്നത്. അതെല്ലാം സമയവും കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് സമ്മാനദാനമാണ്. നമ്മുടെ മുൻ നീന്തൽ താരവും ഇന്ത്യ കണ്ട ഒരു വലിയ വേഗതയേറിയ ഒരു നീന്തൽ താരം, 100 മീറ്റർ താത്ത് 100 മീറ്റർ നീന്തിയെത്തിയ ആദ്യത്തെ മനുഷ്യൻ ചാവക്കാരനാണ്. ആദ്യമായിട്ട് നമ്മുടെ ഇന്ന് ഇവിടെ നടന്ന മത്സരങ്ങളും അതുപോലെ പെർഫോമൻസും അനുസരിച്ച് ചെയ്യാണ്. ആദ്യമായിട്ട് ചാവറയ്ക്ക് വേണ്ടി നേഹ നമുക്ക് വേണ്ടി നല്ല ഒരു ഗാനം കാഴ്ചവെച്ച ലില്ലിമ്മ ചങ്ങനാശ്ശേരി. നമ്മുടെ വെടിച്ചെല്ല് സാധനം നേഹ ചാവറ. രാഗസുന്ദരമായ പഴയ ഗാനം നമുക്ക് വേണ്ടി ഇമോഷൻ ബേബി ഐസക് ബാംഗ്ലൂർ. ആനന്ദത്തിൽ ആരോടിച്ച അൽഫോൻസാമ്മ സീരിയലിന്റെ നിർമ്മാതാവ് സിബി ചാവറ. ഇവിടെ പേപ്പർ കട്ടിംഗ് മത്സരത്തിൽ ഒന്ന് നേടി കുഞ്ഞമ്മ ആൻഡ് ടീം. പ്ലീസ് കം ടു ദ മൈക്ക്.
സമ്മാനം. ജോയൽ കുര്യാസ് ആൻഡ് ടീം പ്ലീസ്. അവസാനമായിട്ട് നമ്മുടെ മത്സരം കണ്ടക്ട് ചെയ്ത മേഴ്സി വിൻസൻ. ഇത്രയും നേരവും നമ്മളോട് വളരെ ഭംഗിയായി കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്ത് നമ്മുടെ പ്രിയങ്കരനായ തോമസ് ചാവറയ്ക്ക് ഈ വലിയ ഉപഹാരം കൊടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും കൈയടിക്കുക. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ സ്നേഹം, അതാണ് എൻ്റെ ശക്തി. താങ്ക് യു വെരി മച്ച്. സ്നേഹബഹുമാനപ്പെട്ട എൻ്റെ ആംഗ്ലമാരെ ലോക്കാച്ചനച്ച, ജോമോനച്ച, മോനാങ്ങളെയല്ല അവരുടെ മോന, എൻ്റെ ചേച്ചിമാരെ ആൻസിറ്റ, അസംഷൻ, ഫിലോം, അസിസ്റ്റ് കരുണ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ. ശ്രീ ബുദ്ധ says, God has two dwellings. One is in heaven and the other is in a thankful heart. ശ്രീ ബുദ്ധൻ പറയുന്നത് ദൈവത്തിന് രണ്ട് ആലയങ്ങളുണ്ടെന്നാണ്. ഒന്ന് സ്വർഗത്തിലും മറ്റത് മനുഷ്യ ഹൃദയത്തിലും. അതായത് നമ്മൾ മറ്റുള്ളവരോട് താങ്ക്ഫുൾ ആയിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത്. Saint Teresa of Infant Jesus says, it is the greatest offense to God that we are thankless. നന്ദിയില്ലാത്ത ഒരു ഹൃദയമായിരിക്കുന്നതാണ് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമെന്നാണ് കൊച്ചു ത്രേസ്യ പറയുന്നത്. അത്ര കൃത്യമായിട്ട് എല്ലാവരെയും അറിയത്തില്ല. ഇവിടെ അർബുകരയുള്ളവരാണ്, എല്ലാവരെയും അറിയും എന്നൊക്കെ ഞാൻ പങ്കുവയ്ക്കും. ഏതായാലും ഇന്ന് വന്നപ്പോൾ മുതൽ ഈ സമയം വരെ അർബുകരെന്നോ കൈരഗിരിന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഇതിൻ്റെ ആങ്ങളെയാണ്. മറ്റേ ലിജാച്ചനും എല്ലാവർക്കും അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, സഹോദരന്മാർ ഒത്തിരി ചിലരൊക്കെ എഴുന്നേറ്റ് പോയെന്ന് തോന്നുന്നു. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാത്തിനും നന്നായിട്ടാണ് അവർ ഭക്ഷണപാനീയങ്ങളിൽ പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുകയും ചെയ്തു. ചിലരൊന്നും വരാതെ പോയി, അത് വരേണ്ടതായിരുന്നു. തിരക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. വന്ന് നമ്മുടെ വീട്ടിലായിരിക്കുന്ന മാതാപിതാക്കളെയും വയ്യാത്തവരെയും ആരും നോക്കാനില്ലാത്തവരെയും ഒക്കെ കാണാനും സഹായിക്കാനും എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തവരെയും നമുക്ക് വേണ്ടി ഇവിടെ ഗാനമേള നടത്തിയവരെയും പിന്നെ തോമസ് ചാവറയാണ് ഏറ്റവും നേതൃത്വം വഹിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും ഇവിടെ കുടിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഫ്യൂവർ ദ വേർഡ്സ് ബെറ്റർ ദ സ്പീച്ച് എന്നാണ്. അതായത് ചുരുങ്ങിയ വാക്കുകൾ ചുരുങ്ങുമ്പോൾ പ്രസംഗം നല്ലതാകുന്നതാണ്. നമ്മുടെ സംഗമങ്ങളൊക്കെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതാകട്ടെ. കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. കുറെ നാൾ കഴിയുമ്പോൾ രാഘവനാണ് CMI സഭയൊക്കെ തുടങ്ങിയെന്നോ ഒക്കെ പറയുമെന്നാണ് സംശയം. എൻ്റെ അപ്പൻ രാഘവനാണ് CMI സഭയുടെ ഇത്ര അടുത്ത് വന്നത്. അവിടെ സംഗമം കൂടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. സാരമില്ല, നമ്മുടെ സങ്കടങ്ങളൊക്കെ ദൈവം പരിഹരിക്കും. ഇനി നമ്മുടെ ഏലിയാസച്ചനും അൽഫോൻസാമ വിശുദ്ധിയായി. ഏലിയാസച്ചനും വിശുദ്ധനാകാനുള്ള എൻ്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധരായി തീരുന്നപ്പോൾ അവരൊക്കെ ചെയ്ത നല്ല കാര്യങ്ങൾ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പൊ ഞാനാണ് ഗ്രീൻ ഗാർഡൻസ് അസിസ്റ്റ് സിസ്റ്റേഴ്സ് ഓഫ് മേരി മാഗ്നറ്റ് അച്ഛനോട് ഇങ്ങനെ വാർത്തകളൊക്കെ ഇരിക്കുക. അവിടെ സിസ്റ്റേഴ്സ് എത്ര വേഗം വിശുദ്ധനാക്കാൻ. ഞാൻ പറയും, നമുക്ക് അച്ഛനെ വിശുദ്ധനാക്കുന്നതിലും വേഗം നമ്മുടെ അച്ഛൻ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മൾ അവർ ചെയ്ത ആ കാര്യസ്ഥം അല്ലെങ്കിൽ അവരുടെ സിദ്ധി നല്ല കാര്യങ്ങൾ നമ്മൾ അതിവിടെ വീട്ടിൽ വരുമ്പോൾ നല്ല പടയാ. പ്രസിഡന്റ് എല്ലായിടത്തും പോയി എല്ലാവരോടും എല്ലാ കാര്യം പറയും. അത് കുടുംബസഹിതം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും എല്ലാവരും പറഞ്ഞ കുഞ്ഞച്ചൻ എല്ലായിടത്തും പോയി. ഫോണിൽ കൂടിയാണ് ഇപ്പം കല്യാണമുളിയൊക്കെ ഓരോരുത്തർ. അങ്ങനെയല്ല പോയ കുഞ്ഞച്ചൻ എല്ലാവരോടും പോയി കണ്ടു പറയും. അതുകൊണ്ട് കുഞ്ഞച്ചനെ എല്ലാവരും അറിയും. കൈനഗിരിയിലും അർപ്പുകരിയിലും ഒക്കെ എല്ലാവരും കുഞ്ഞച്ചനെയാണ്. ഈ കൊച്ചൻ്റെ ഇവരുടെ പിള്ളേരായിരുന്നു ആ പാട്ട് പാടിയ ജസായും രേഖയും. അതിനൊക്കെ നമ്മൾ അഹങ്കരിക്കാനല്ല. പാട്ട് ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം സ്തുതിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം പാടുന്നത് അർപ്പകരിൽ ഒന്നിനേക്കാൾ കൂടുതൽ ഭാഗഭാഗത്വം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകം കൈയടിച്ച് എല്ലാവരും കൺഗ്രാജുലേഷൻ പറഞ്ഞു. ആ അർപ്പകരിൽ നിന്നുകൊണ്ട് കൈ എതിരെ പോയി കൈയടിക്കും. പിന്നെ ലൂക്കാച്ചന് പ്രത്യേകം നന്ദി. ലൂക്കാച്ചനാണ് പ്രാർത്ഥന സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ ജോമോൻ
യോമോനാണെങ്കിൽ ഞാൻ എന്നും 5 എത്രയുള്ള മാതാവേ ഒരു രഹസ്യം ചൊല്ലി എഴുന്നേറ്റ് മോനെ കൂട്ടാ ഞാൻ എഴുന്നേറ്റ് എല്ലാവരും ഓർത്തോളൂ എന്നെ വെറുതെ 104 വയസ്സുള്ള അമ്മച്ചി അവിടെ കിടപ്പുണ്ടെന്ന് എല്ലാവരും ഓർത്തോണം. തോമച്ചന്റെ ഭാര്യ യാതൊരു ഓർമ്മയും ഇല്ലാതെ ആ പെരുന്നാളിൽ പോകണം. കുര്യാക്കോസ് ജാസ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. എല്ലാ വർഷവും ഈ സംഗമം വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആൻഡോച്ചൻ, നമ്മുടെ അഭിജിറ്റപ്പൻ്റെ മോനെ, അതുപോലെ തന്നെ ബിനു ചാവറ, അതുപോലെ തന്നെ നമ്മുടെ മോനി ചേച്ചിയൊക്കെ ഇന്ന് നമ്മളോടൊക്കെ വളരെ സ്നേഹത്തോടെ മോനി ചേച്ചി, ആൻസമ്മ അങ്ങനെയുള്ള മോനെ, അതുപോലെ തന്നെ അപ്പച്ചൻ്റെ മക്കളായ ജോയ്സ്, ജയ്മോൻ, വളരെയധികം സന്തോഷം കൊണ്ട്. കാരണം അവർ തരുന്ന ഓരോ സഹായങ്ങളിൽ നിന്നുള്ളതല്ല, അവരുടെ ആ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ആ സപ്പോർട്ട്, അതാണ് നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള യോജിപ്പ്. അത് നിലനിർത്താനായിട്ട് നമുക്ക് ഇനിയും ശ്രമിക്കാം. ഇനിയുള്ള വരും കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ കുടുംബയോഗം മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സഹകരിക്കുന്നു എനിക്കറിയാം. ജോസഫ് ചാക്കയെ ക്ഷണിക്കുന്നു. നന്ദി.